നല്ല മഴയെന്ന് വെച്ചാൽ നല്ല മഴയാണ്. ഞാൻ മഴ കോട്ടൊക്കെ ഇട്ടുകൊണ്ടിങ്ങ് പോരുന്നു. ഇനി വന്ന് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ കയറിയപ്പോൾ പിന്നെ മഴയൊക്കെ തോർന്നെന്ന് വെച്ചാൽ ഒന്ന് ശാന്തമായി. എന്തുവാ നിർത്താറായില്ലയോ? നിർത്താറായില്ലേ? നിർത്ത്. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വന്നതേ ഉള്ളൂ പ്രിയങ്ങളെ. ഞാൻ വരുന്ന വഴിക്ക് ഇച്ചിരി ചിക്കൻ മേടിക്കാം എന്ന് കണ്ടുകൊണ്ട് നമ്മുടെ ജംഗ്ഷനിൽ പോയി. പക്ഷെ അവിടെ ചിക്കൻ കിട്ടിയില്ല. പിന്നെ അതിലേക്ക് ഇറങ്ങിത്തിരിഞ്ഞൊക്കെ ഇങ്ങ് പോരുന്നു. നമ്മൾ മീൻ മേടിക്കുന്ന കടയൊക്കെ അടച്ചിട്ടേക്കുക. പിന്നെ നല്ല മഴയായിരുന്നു. നിങ്ങൾ ന്യൂസിലൊക്കെ കണ്ടതുപോലെ ഓരോരോ സംഭവങ്ങൾ ഓരോരുത്തടത്തും നടന്നുകൊണ്ടിരിക്കുവാണ്. നമ്മൾ താമസിക്കുന്ന ഇടം സേഫാണ്. പക്ഷെ ചുറ്റുവട്ടമൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്, താണ സ്ഥലങ്ങളിലൊക്കെയാണ് വെള്ളം കയറിയിരിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കാം എല്ലാം ഒന്ന് തെളിയാൻ വേണ്ടിയിട്ട്. പിന്നെ വൈകുന്നേരം അജയണ്ണൻ ചോറുണ്ടിട്ട് വന്നപ്പം കുറച്ച് റൈസും ചിക്കൻ കറിയൊക്കെ കൊണ്ടു തന്നു. മോനിക്കുട്ടിന് കൊടുക്കാമെന്നും പറഞ്ഞ് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നാളത്തേക്ക് നമുക്ക് ഇച്ചിരി ചിക്കൻ മേടിക്കാമെന്ന്. പക്ഷേ ചിക്കൻ കിട്ടിയില്ല. ഇനി രാവിലെ പോയി നോക്കാം. പിന്നെ ഇവിടെ അമ്മ ചോറ് വെച്ചു. പിന്നെ നമ്മളന്ന് പുളിങ്കറി വെച്ചതിൻ്റെ ബാക്കി മത്തങ്ങ അമ്മ എരിശ്ശേരിയാക്കി. പിന്നെ മീൻകറിയൊക്കെ ഉണ്ട്. പിന്നെ സൂപ്പർ മാർക്കറ്റിൽ കയറി പാലും പിന്നെന്താണ് ചാമേരി വാങ്ങിച്ചു. ചാമേരി നല്ലതാണ് പറയുന്നത്. നമുക്കതൊക്കെ ഇനി ദിവസവും രാവിലത്തെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി തുടങ്ങാം. ഇതുവരെ അതൊന്നും കഴിച്ചിട്ടില്ല. അങ്ങനെയൊക്കെ കഴിച്ച് തുടങ്ങാം എന്ന് വിചാരിക്കുന്നു. പിന്നെ അതുകൊണ്ട് ഇന്ന് അടുക്കളയിൽ അത് ഇപ്പം കുറച്ച് നാളുകളായിട്ട് അടുക്കളയിൽ വലിയ പാചകമില്ലെന്നുള്ളത് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അമ്മ രാവിലെ എല്ലാം വയ്ക്കുന്നത് കൊണ്ട്. വേറെ എന്താണ് പ്രിയങ്ങളെ? എന്നാൽ പിന്നെ ഞാനൊന്ന് കുളിച്ച് ജപിച്ച് വരാം. അത് ഗോതമ്പ് പൊറോട്ട രാവിലെ കഴിക്കും. അവിടെ മേടിച്ചു 10 രൂപയ്ക്ക് 3 രൂപയ്ക്ക് കിട്ടുന്നു. 13 രൂപയ്ക്ക് കിട്ടുന്നു ഒരെണ്ണം. അവിടെ എഴുതി വെച്ചിരുന്നു. 2-3 സോയാ ചങ്ക്സ് വാങ്ങിച്ചു. ഇത് വെച്ച് 2-3 ദിവസമായിട്ട് ഒരു വീഡിയോ എൻ്റെ മുന്നിൽ ഇങ്ങനെ കിടന്ന് കറങ്ങും. ഇത് വെച്ച് ഉണ്ടാക്കുന്ന ഒരു കറി. അത് സോയാ ചങ്ക്സ് അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ചതാണ്. 2-3 കൂട്ടം സാധനങ്ങളോട് ഉണ്ട്. അതൊക്കെ മേടിച്ചിട്ട് നമുക്ക് ഇതൊക്കെ വാങ്ങിച്ച് കുറേശ്ശെ കഴിക്കണം. ഇതുവരെ മോനിക്കുട്ടനും മുത്തിനും ഞാൻ കഴിക്കാൻ കൊടുത്തിട്ടില്ല. ഞാനോ കഴിച്ചു. മില്ലറ്റ്സ് അതൊക്കെ കഴിക്കണം. എന്നും ദോശ, ഇഡലി, ചപ്പാത്തിയൊക്കെ തിന്നുന്നതിന് പോലെ ഇതുമൊക്കെ കഴിച്ച് പഠിക്കണം. ഇതൊക്കെ ഉണ്ടാക്കി തരത്താല് എനിക്ക് പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ ഇന്ന് ഉറക്കം വരും. സാത്താൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴൊന്നും ഉറക്കം വരാത്തതാണ്. അത് ആ സമയത്ത് എന്തോരുന്നു എനിക്കങ്ങ് ഉറക്കം പിടിച്ച് ഇങ്ങനെ അങ്ങ് പോവാന്. പിന്നെ ജംഗിള് തന്നു വിട്ട റൈസ്, ചിക്കൻ കറി, ചിക്കൻ കറി ജംഗിളിനോട് താങ്ക്സ് പറയാൻ ജംഗിളിനെ വിളിക്കുന്ന കാര്യം കഴിച്ചിട്ട് വിളിക്കും. എന്നാ മോനിക്കൂടെ നോട്ട് എഴുതും. ഞാൻ ഈ ഫോണിനകത്തുനിന്ന് വിളിക്കും. ഇപ്പൊ വിളിക്കണ്ട കേട്ടോ. അപ്പൊ ഈ ക്ലാസ്സിന്റെ പോകാനൊക്കെ നോട്ട് എഴുതി എടുക്കുമോ? നോട്ട് അയച്ചു എന്നിട്ട് എഴുതും. നന്നായിട്ട് പഠിക്കുക കേട്ടോ. നന്നായിട്ട് പഠിച്ച് അമ്മയെ
പിന്നെ ഹെൽപ്പൊക്കെ ചെയ്യണം. ആ, പിന്നെ ഫുഡൊക്കെ കഴിച്ചോ? ഇല്ല. എന്താ സ്പെഷ്യല്? ആ, പറ. ഇന്നെന്താ ബിരിയാണിയായിരുന്നു. ആഹാ, എന്തോ വേണം? ഉം. എന്തുവാ? ഏതാ കിട്ടിയോ? ഇതല്ലേ ഉം? ഫോണിൽ എന്തോ അതിനകത്തുണ്ടല്ലോ. ഞാൻ ഫോണിൽ തന്നെ. ഇന്ന് ഗീതമ്മ ടീച്ചർ വിളിച്ചായിരുന്നു. എന്തോ പറഞ്ഞു? അമ്മ എന്തോ പറഞ്ഞു? ഓ ചുമ്മാ വിളിച്ച. ഞാൻ എപ്പോഴാ വരുന്നതെന്ന് പറഞ്ഞു. ഇല്ല, ഒന്നും പറഞ്ഞില്ല. എന്താ ഒന്നും പറയാൻ? ആ ഹോസ്പിറ്റലിൽ പോയിട്ടൊക്കെ പറയാം. സാറിനോട് പറഞ്ഞു. പറഞ്ഞോ? സാറിനോട് പറഞ്ഞു, വേറെ ആരോട് പറഞ്ഞു? എരിശ്ശേരി. അപ്പോൾ ഇന്ന് നമ്മുടെ അത്താഴ സ്പെഷ്യൽ ഇതാണ് കേട്ടോ. റൈസും ചിക്കൻ കറിയും സാലഡും പിന്നെ കഴിഞ്ഞ ദിവസം അമ്മ നാരങ്ങാച്ചാറിട്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഞാൻ അതിലെ ഒരു കഷ്ണവും കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ മോനുകുട്ടൻ നോട്ട് എഴുതി കഴിഞ്ഞില്ല. ഞങ്ങളന്ന് അത്താഴം കഴിക്കട്ടെ പ്രിയങ്ങളെ. എൻ്റെ പ്രിയപ്പെട്ടവരോടെല്ലാം ഒരുപാട് സ്നേഹവും സന്തോഷവും. മഴയും വെള്ളവും ഒരുപാട് മഴക്കെടുതികളും നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. എല്ലാവരും പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കുക. എൻ്റെ പ്രിയങ്ങളെല്ലാം സേഫാണെന്നാണ് വിശ്വാസം. എല്ലാവരും സേഫായിട്ടിരിക്കാൻ പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളും പ്രാർത്ഥിക്കണം. നമ്മൾ താമസിക്കുന്ന ഏരിയയിലൊന്നും വെള്ളപ്പൊക്കത്തിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാലും ചുറ്റുവട്ടമൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട്. അവർക്കെല്ലാം വേണ്ടിയിട്ട് നമുക്കും പ്രാർത്ഥിക്കാം കേട്ടോ. കേട്ടോ കേട്ടോ കറി വെച്ചേക്കണേ. കറിയൊന്നും വേണ്ടേ? ഞാൻ വെച്ചിട്ട് മാറ്റി വെച്ചു. എടുക്കുന്നില്ല. അണ്ണേ ചോറ് വെക്കൂ. ഇത് വെക്കാം. ചിക്കൻ മേടിക്കാമെന്നുണ്ടായിരുന്നു. ചിക്കൻ കിട്ടി. നാളെ രാവിലെ പോകണം മേടിക്കാൻ. ഞാൻ വിളിക്കണം. പോയിട്ടാണെങ്കിൽ വരുമല്ലോ എന്നാലും. നമ്മൾ രാവിലെ ചിക്കൻ എന്നിട്ട് പോകാം. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.